സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനയിൽ കടന്നു വന്നപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സാധാരണ ഞങ്ങൾ രാത്രി മലമുകളിൽ പ്രാർത്ഥിക്കാനായി പോകാറുണ്ട്. ഒരു രാത്രി മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുമില്ല, ആകെ എൻ്റെ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ. അദ്ദേഹമാകട്ടെ എന്നിൽ നിന്നും കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു പേഴ്സണലി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു പ്രായമേറിയ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ സാധാരണഗതിയിൽ ഈ ചർച്ചിൽ വന്ന ഏതെങ്കിലും ആളായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് പേരും സ്ഥലവും എല്ലാം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ഏകദേശം 150 വർഷത്തിന് മുൻപ് മരിച്ച ഒരു ആത്മാവാണ് എന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാനാകെ ഭയപ്പെട്ടു. എൻ്റെ കാലും കൈയും എല്ലാം കൊച്ചി വിറയ്ക്കാൻ തുടങ്ങി. വലിയ ആകുലതയിലേക്ക് ഞാൻ വരാൻ തുടങ്ങി. ഞാൻ പേടിച്ചു വിറച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് വരുന്ന ഒരു ആത്മാവാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗരാജ്യത്തിലേക്ക് പോകണം. ഞാൻ ഈ കഥ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഈ കാലഘട്ടങ്ങളിൽ യൂട്യൂബിലൂടെ അനേക യുവാക്കളും കഴിഞ്ഞ ഏകദേശം 9 വർഷമായിട്ട് ഒരു അമ്മച്ചി, അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീയുടെ പേര് നമുക്കറിയാം, ആലീസ് ഫ്രാൻസിസ് എന്ന് പറയുന്നൊരു അമ്മച്ചിയും, ഇനി അതിനു മുൻപ് പല വിശുദ്ധരും അല്ലെങ്കിൽ സഭയിലെ ഉന്നത അധികാരികളും പല വ്യക്തികളും സ്ഥിരമായി പറയുന്ന ഒരു കഥയാണ്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ ആലീസ് അമ്മച്ചിയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സംസ്ഥാന സമ്മേളനം, എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ആത്മാക്കൾ വരും. കേരളത്തിലൊരു പ്രശസ്തമായ ഒരു ആത്മഹത്യ നടക്കുക അല്ലെങ്കിൽ ഒരു അപകടമരണം നടക്കുക, ഇത് ഒന്ന് വൈറലാകുക. പിറ്റേ ദിവസം അമ്മച്ചി പറയും, അടുത്ത ആഴ്ച അമ്മച്ചി പറയും, ആ ആത്മാവ് എൻ്റെ അടുത്ത് വന്നിട്ടോ, ആത്മാവ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കുമോ? വിശുദ്ധ ബൈബിൾ നമ്മൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. ഞാൻ ആദ്യം പറഞ്ഞ കഥ നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ പ്രാർത്ഥനയിൽ ഇതുവരെ ഒരു ശുദ്ധീകരണ ആത്മാവ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മളോട് പറയുന്നു. സങ്കീർത്തന പുസ്തകം 103 അധ്യായം 15 16 വാക്യങ്ങൾ. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ്റെ ജീവിതം ഒരു പുല്ല് പോലെയാണ്. അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പൂ കൊഴിഞ്ഞു വീഴുമ്പോൾ ആ പൂവിന് അതെവിടെ നിന്നു എന്നറിയാത്തതുപോലെ തന്നെ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ആത്മാവിന് തിരിച്ചു വരാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഉത്തരം. വീണ്ടും നമ്മൾ ലാസറിൻ്റെയും ധനവാന്റെയും ആ ഒരു ഉപമ യേശു പറയുമ്പം സഭാപിതാക്കന്മാരും പല പണ്ഡിതന്മാരും പറയുന്നൊരു കാര്യമാണ്, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ അതൊരു ഉപമ മാത്രമല്ല, പേര് ഉദ്ധരിച്ചത് കൊണ്ട്, ലാസർ എന്ന പേര് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതൊരു പക്ഷേ നടന്ന സംഭവമായിരിക്കാനാണ് സാധ്യത എന്നാണ് മിക്ക പിതാക്കന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തുമാകട്ടെ, അവിടെ പറയുന്നൊരു കാര്യം, യേശു പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ധനവാന് തിരിച്ച് അവൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, എന്നാൽ അതിന് സാധിക്കുന്നില്ല, അതിനെ അനുവദിക്കുന്നില്ല. അവിടെ പറയുകയാണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ, അതായത് ദൈവസഭയ്ക്കും ലാസർ ഇരിക്കുന്ന സ്ഥലത്തിനും ധനവാൻ ഇരിക്കുന്ന സ്ഥലത്തിനും മധ്യേ പോലും ഒരു വലിയ ഗർത്തമാണ്. അപ്പോൾ ഈ ധനവാൻ പറയുന്നുണ്ട്, എന്നാൽ ലാസറിനെ എവിടേക്കൊന്ന് അയക്കുക. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിയമവും പ്രവാചകന്മാരും അവിടെയുണ്ട്, മോശയും പ്രവാചകന്മാരും അവിടെയുണ്ട്. ഇനി ഒരിക്കലും മറ്റൊരു വ്യക്തി, മരിച്ചൊരു വ്യക്തി പോയി പറഞ്ഞിട്ടല്ല അവർ വിശ്വസിക്കേണ്ടത്. അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കത്തില്ല എന്നാണ് ഇവിടെ അബ്രഹാം പിതാവ് മറുപടി പറയുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കുക. ഇവിടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നൊരു ബോധ്യം ഇതാണ്, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് തിരിച്ചു വരാൻ സാധിക്കത്തില്ല.
തിരിച്ചു വന്ന് ആരോടെങ്കിലും പ്രാർത്ഥന അപേക്ഷിക്കുകയോ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനോ അവരെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഇതൊന്നും സാധിക്കത്തില്ല എന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. സഭാപ്രസംഗി അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മളോട് ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുന്നു, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ സഭാപ്രസംഗി ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നു. ധൂളി, പൊടി, മനുഷ്യൻ്റെ ശരീരം അത് പൊടിയിൽ നിന്ന് എടുത്തതാണ്, അത് പൊടിയിലേക്ക് മടങ്ങുന്നു. സങ്കീർത്തന പുസ്തകവും 146-ാം അധ്യായം അതിന് 4-ാം വാക്യവും പറയുന്നുണ്ട്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പൊടിയായി മാറുന്നു. നമ്മൾ സാധാരണ കത്തോലിക്ക സഭയുടെ സംസ്കാര ശുശ്രൂഷയിലും അതുപോലെ ഒപ്പീസിലൊക്കെ നമ്മൾ പാടാറുണ്ട് മനുഷ്യ മണ്ണിലേക്ക് മടങ്ങുന്ന അവസ്ഥയെക്കുറിച്ച്. പ്രധാനപ്പെട്ട ഈ ഒരു വലിയ നോയമ്പ് വരുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ടൊരു പാട്ട് നമ്മൾ പാടും, മനുഷ്യ നീ മണ്ണാവുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു നൂനം. നമ്മൾ സാധാരണ കുരിശുവര പെരുന്നാളിന് പാടുന്നൊരു പാട്ട് അത് തന്നെയാണ്. മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന തിരിച്ചറിവ് എപ്പോഴും വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട തിരിവാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ആത്മാവ് ആകട്ടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങുന്നു. അതിന് തിരിച്ചു വന്ന് മനുഷ്യനെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ പ്രാർത്ഥന സഹായം തേടാനോ ഇതിലൊന്നും സാധിക്കത്തില്ലെന്ന് വചനം പറയുമ്പോൾ പിന്നെ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഇങ്ങനെ സംസ്ഥാന സമ്മേളനമായിട്ട് ഈ അമ്മച്ചിമാരുടെയും ഇക്കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന കത്തോലിക്കരെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയും പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ചില യുവാക്കൾ അവരും ഇതേ കാര്യം തന്നെ പറയുന്നു. പ്രധാനപ്പെട്ട വിശുദ്ധരെ ഉദ്ധരിച്ചുകൊണ്ടും അവരുടെ പ്രബോധനങ്ങളെ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ യുവാക്കൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയമാവർത്തന പുസ്തകം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നിയമാവർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വചനം നമ്മളോട് പറയുന്ന ഒരു വെളിപ്പാട് ഇതാണ്: വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഇത്തരക്കാരെ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും നിഷ്കാസനം ചെയ്തത്. യേശുക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രബോധനം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാനാൻ ദേശം അവകാശമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട 7 കൂട്ടം ആളുകളെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തതിൻ്റെ കാരണം പറയുക. അവിടെ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു, വെളിച്ചപ്പാടുണ്ടായിരുന്നു, ക്ഷുദ്രക്കാരുണ്ടായിരുന്നു, മൃതസന്ദേശ വാഹനക്കാരുണ്ടായിരുന്നു. അതായത് ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരെക്കുറിച്ച് പറയുകയും അങ്ങനെ അവരെ കൊണ്ട് ചില മെസ്സേജുകൾ പറയുകയും ചെയ്യുന്ന മൃതസന്ദേശ വിദ്യക്കാർ, അതായത് മരിച്ച ആത്മാക്കളോട് ആലോചന തേടുന്ന ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇതൊരു മന്ത്രവാദം തന്നെയാണ്, ഒരു തെറ്റായ പ്രബോധനമാണ്, അല്ലെങ്കിൽ പൈശാചിക പേഗൻ ആരാധന രീതിയാണ്. അതുകൊണ്ട് നിങ്ങളത് തുടരരുതെന്ന് ഇസ്രായേൽ ദേശത്തോട്, ഇസ്രായേൽ ജനത്തോട് എത്രയോ കാലം മുൻപ് മോശയിലൂടെ നൽകിയ കൽപ്പനയാണ്. എന്നാൽ നമ്മൾ ഇന്നും പുതിയ നിയമസഭയിലും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആലിസമ്മച്ചിയുടെ വീട്ടിൽ സ്ഥിരമായി ഈ മൃതസന്ദേശ വാഹനക്കാർ അല്ലെങ്കിൽ മരിച്ച ആത്മാക്കൾ വരുമ്പോൾ അമ്മച്ചിയും ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ അമ്മച്ചിയുടെ പേര് പറഞ്ഞത് വേറൊന്നുമല്ല. അമ്മച്ചി സ്ഥിരമായി ഈ വക വീഡിയോ ഇട്ടിട്ട് അനേക ആത്മാക്കളെ വഴിതെറ്റിക്കുന്നുള്ളതുകൊണ്ടാണ്. ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചില വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, അവർ തെറ്റായ പ്രബോധനം നടത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിയുടെ പേരെടുത്ത് പറഞ്ഞത്. എനിക്ക് അമ്മച്ചിയോട് എന്തെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല, അമ്മച്ചി മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അനേക പ്രായമായ അപ്പച്ചന്മാർ എന്നെ വിളിച്ചു. അതിലൊരു അപ്പച്ചൻ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചതാണ്, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട നിയോഗം അതായിരുന്നു, മരിച്ച ആത്മാക്കളെ, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, അപ്പച്ചൻ്റെ ഓഡിയോ അടക്കം ഞാൻ ചെയ്തിരുന്നു. ഏകദേശം 75-നും 80-നും വയസ്സിന് പ്രായത്തിന് ഇടയിലുള്ളൊരു അപ്പച്ചനാണ്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എങ്ങനെ പോകുന്നു ജീവിതം? ഒത്തിരി ആത്മാക്കളെയൊക്കെ നിങ്ങൾ കടത്തിവിടാനായിട്ട് പ്രാർത്ഥിച്ചല്ലോ, പ്രവർത്തിച്ചല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ? അപ്പച്ചൻ പറഞ്ഞു, രോഗമാണ്, മാത്രമല്ല മകനെ കഷ്ടതയും ദുരിതവും തന്നെയാണ്, സഹനമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ചുള്ള സഹനമാണോ ഇത്? ഇതൊരിക്കലും യേശു ക്രിസ്തു തരുന്നൊരു സഹനമല്ല. യേശു ക്രിസ്തുവിൻ്റെ സഹനം ദൈവവചനത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി, അല്ലാതെ മരിച്ച ആത്മാക്കളെ തള്ളി കയറ്റി വിടുമ്പോൾ ഒരു സഹനമല്ല.
ഇത് പിശാച് നിങ്ങളുടെ ജീവിതത്തെ കെണിയാക്കി മാറ്റിയിരിക്കുക. കാരണം വചനം, നിയമാവർത്തന പുസ്തകം പറയുകയാണ്, ഇത്തരം മൃതസന്ദേശ വിദ്യക്കാർ മൂലം അവരുടെ മ്ലേച്ഛ പ്രവൃത്തികൾ കർത്താവിന് നിന്ദ്യമാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് അവരെ ഇവിടെ നിന്ന്, ഏത് സ്ഥലത്ത് നിന്ന്, കാനാൻ ദേശത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുടുംബം എങ്ങനെ പോകുന്നു? വളരെ കഷ്ടതയാണ്. മക്കളെങ്ങനെ പോകുന്നു? ദുരിതമാണ്. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ് പോകുന്നത്? അതും അതിനേക്കാൾ ദുരിതമാണ്. ഒരു സഹോദരി എന്നെ വിളിച്ചു. ആ സഹോദരിയുടെയും ജീവിതം ഇത് തന്നെയായിരുന്നു. അനേക വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം മരിച്ച ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ ജീവിതം? വളരെ കഷ്ടതയാണ്. രോഗം കൊണ്ട് കഷ്ടത നിറഞ്ഞ ജീവിതം. മക്കളുടെ അവസ്ഥ അതിനേക്കാൾ മോശം, സാമ്പത്തിക മേഖല അതിനേക്കാൾ മോശം, എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ഉയർത്തി വിട്ടു എന്ന് അവർ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും സ്വന്തം ജീവിതത്തിൽ എന്നെ ദൈവം നടത്തി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു അനുഭവം പോലും അവർക്കില്ലെങ്കിൽ, ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, ഇത് ക്രിസ്തുവിൻ്റെ രീതിയല്ല, കർത്താവിൻ്റെ പ്രബോധനമല്ല. നിങ്ങളെ സാത്താൻ വഞ്ചിച്ചിരിക്കുക. പിശാച് നിങ്ങളെ വഞ്ചിച്ചിരിക്കുക. ഈ വഞ്ചനയിൽപ്പെട്ട് നിങ്ങളുടെ കുടുംബം തകരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം തകരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതം തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ നടത്തി എന്ന് പറയുന്നൊരു സാക്ഷ്യമെങ്കിലും ഉണ്ടാകാതിരിക്കാതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. പ്രിയമുള്ളവർ, നമ്മൾ നിരന്തരമായിട്ട് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഹരത്താൽ മോക്ഷത്തിൽ ചേരുവോടെ ഉണ്ടാകട്ടെ, ഈ പ്രാർത്ഥന എല്ലാം ചൊല്ലി നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ജപമാല ചൊല്ലുന്നു, വിശുദ്ധ കുർബാന ചൊല്ലുന്നു, ഒപ്പീസ് ചൊല്ലുന്നു, നിരന്തരമായി ഇങ്ങനെയൊക്കെ നമ്മൾ മരിച്ച വിശ്വാസികളെ എങ്ങനെയെങ്കിലും ദൈവസന്നിധിയിലേക്ക് എത്തിക്കാനായിട്ട് ദൈവവചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മരിച്ച വിശ്വാസികളെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉയർത്തണമെന്ന്. പുതിയ നിയമത്തിൻ്റെ യാതൊരുവിധ പ്രബോധനം നമുക്ക് കാണത്തില്ല. പഴയ നിയമത്തിൻ്റെ പ്രബോധനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തെ നമ്മൾ കാണേണ്ടത്. പുതിയ നിയമത്തിൻ്റെ കണ്ണാടിയിലൂടെ നമ്മൾ കണ്ടാൽ മാത്രമേ പഴയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ മക്കബായരുടെ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പ്രബോധനം എടുത്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ മീനിൻ്റെ കരൾ ദഹിപ്പിച്ച് എന്ത് ചെയ്യുന്നു? പിശാചിനെ ഒഴിപ്പിക്കുന്നു. അപ്പോൾ ഡെലിവറി ശുശ്രൂഷയിൽ നമ്മൾ അതാണല്ലോ ചെയ്യേണ്ടത്, പിശാചിനെ ഒഴിപ്പിക്കാൻ. പക്ഷേ പുതിയ നിയമത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമമാണ് പിശാച് ഭയക്കുന്നത് എന്ന് വ്യക്തമായി അപ്പസ്തോലിക പ്രബോധനം പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആരും ചെയ്യുന്നില്ല. മീനിൻ്റെ കരൾ കരിച്ച് അല്ലെങ്കിൽ പുകച്ച് ഒരു പിശാചിനെ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? പഴയ നിയമത്തിൻ്റെ പ്രബോധനത്തിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാളക്കുട്ടിയെ ബലിയർപ്പിക്കുന്നുണ്ടോ? ഇല്ല. കാരണം പഴയ നിയമ ബലി മാറ്റപ്പെട്ടു. ഇന്ന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി. അതുകൊണ്ട് വിശുദ്ധ കുർബാനയാണ് നമ്മൾ അർപ്പിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലൂടെ നമ്മൾ ഈ പഴയ നിയമത്തെ അല്ലെങ്കിൽ ആ പ്രബോധനത്തെ കാണാതെ അതിൻ്റെ അന്ധത നിറഞ്ഞൊരു പ്രബോധനം നിറയുമ്പോഴാണ് നമ്മൾ ഇത്തരം ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ നിരന്തരമായി ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലെ, നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ എന്താണ് എനിക്കറിയാം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രബോധനത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് പൊള്ളുന്ന വിഷയമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലം ആത്മാവ് പ്രേരണ നൽകാതെ ഞാൻ ഈ വിഷയത്തെ തൊടത്തില്ല എന്ന് 100% ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ നിരന്തരമായ കുറേ ദിവസത്തെ പ്രാർത്ഥനയിൽ ഈ ഒരു വിഷയത്തെ തുടരണമെന്ന് പ്രബോധനം അല്ലെങ്കിൽ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ എനിക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ എനിക്കെതിരെ തിരിയുന്ന പ്രതിസന്ധികളും എല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത്ര ഈസിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. കാരണം ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് ഞാനിത് സംസാരിക്കാനായിട്ട് ദൈവാത്മാവ് എന്നിൽ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസി ക്രിസ്തുവിൽ ഇന്ന് വിശ്വസിക്കണം, ജീവിക്കുമ്പോൾ വിശ്വസിക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവനെ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും തള്ളിവിടാമെന്നൊരു പ്രബോധനം നടത്തുന്നതേ വലിയ തെറ്റാണ്. അത് പാപത്തിലേക്ക് അല്ലെങ്കിൽ പാപത്തിൻ്റെ വഴി നമുക്ക് വീണ്ടും തുറന്നിട്ടിരിക്കുന്ന, പരീക്ഷ എഴുതി ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തെയാണ് നമുക്ക് തരുന്നത് എന്ന തിരിച്ചറിവെങ്കിലും ഇനിയെങ്കിലും നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്കൊരു വലിയ സംശയം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ അമ്മച്ചിമാരുടെ അടുത്തും ഈ ബ്രദർമാരുടെ അടുത്തും അല്ലെങ്കിൽ ചില വിശുദ്ധരുടെ അടുത്ത് പോലും വന്നു എന്ന് പറയപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് അല്ലെങ്കിൽ എന്ന് പറയുന്ന
ഈ വ്യക്തി ആരാണ്, അതൊരാത്മാവാണോ, അത് ഏതാത്മാവാണ് എന്ന ഒരു ചിന്തയെങ്കിലും നമുക്കുണ്ടാകണം. നിയമാവർത്തന പുസ്തകവും സഭാപ്രസംഗിയും സങ്കീർത്തനങ്ങളും ഈ 3 പ്രബോധനങ്ങളിലൂടെ മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിലൂടെ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു. ഇനി 2 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മളത് വായിച്ച് എന്താണ് ഇവിടെ വരുന്ന ആത്മാവ് ആരാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്തി അതിൻ്റെ 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മളോട് പറയുന്ന വിഷയം ഇതാണ്: അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നുവെങ്കിൽ അതിൽ എന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും. ഇവിടെ വചനം വ്യക്തമായ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നൊരു കാര്യം, പിശാചിന് ചില വേഷങ്ങൾ കെട്ടാൻ സാധിക്കും. ഏതൊക്കെ തരത്തിലുള്ള വേഷമാണ്? അതായത് പ്രഭാപൂർണനായ ദൈവദൂതൻ്റെ വേഷം പോലും അവന് കെട്ടാൻ സാധിക്കും. അവന് ഏത് വേഷവും എടുക്കാം. മരിച്ച ആത്മാവിൻ്റെ വേഷമെടുക്കാം, മരിച്ച വ്യക്തികളുടെ രൂപമെടുക്കാം. ഏത് തരത്തിലും അവന് വരാനും പ്രത്യക്ഷപ്പെടാനും സാധിക്കും. കാരണം പിശാച് തന്ത്രശാലിയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പിശാചിൻ്റെ പ്രവൃത്തികളിൽ അജ്ഞരല്ലല്ലോ, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണല്ലോ. നമ്മൾ അപകടത്തിൽ പെടാതിരിക്കാൻ, കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. സങ്കടമെന്ന് പറയട്ടെ, ഈ 21-ാം നൂറ്റാണ്ടിലും ഈ പുതിയ നിയമസഭയ്ക്കും അപ്പസ്തോലിക സഭയെന്ന് വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് ഇന്ന് ഇല്ലാത്തൊരു ബോധ്യം അത് തന്നെയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ തന്ത്രത്തിൽ നമ്മൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം. ആത്മാവിന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആത്മാവ് ദൈവസന്നിധിയിലേക്കും ജഡം പൂഴിയിലേക്കും പോകുന്നു എന്ന് വചനം പറയുമ്പോൾ, പിന്നെ ഈ വരാൻ സാധ്യതയുള്ള ആത്മാവ് ആരാണ് എന്ന് ബൈബിൾ പരിശോധിച്ചാൽ അത് ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. വെളിച്ചത്തിൻ്റെ ദൂതനായ, വെളിച്ചദൂതനായ ഈ പറയുന്ന പിശാചിൻ്റെ ദൂതന്മാർക്ക് ഏത് മനുഷ്യൻ്റെയും മരിച്ച വ്യക്തിയുടെയും വേഷം കെട്ടി വന്ന് നിന്ന് നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് വചനം വ്യക്തമായി നമുക്ക് ബോധ്യം തരുന്നു. ഇത് തന്നെ ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യം നമ്മളോട് പറയുന്നുണ്ട്. വളരെ വ്യക്തതയോടുകൂടി തന്നെ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷമല്ലാതെ വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിലെ ദൂതൻ ശപിക്കപ്പെട്ടവനെന്ന് പറയൂ? ഒരിക്കലുമില്ല. കാരണം അപ്പസ്തോലന് വ്യക്തമായ പ്രബോധനങ്ങളും ദൈവിക ദൂതന്മാരുടെ സാന്നിധ്യവും ഉള്ളപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു ദൂതനെ ശപിക്കപ്പെട്ടവനെന്ന് പറയാൻ അപ്പസ്തോലനായ പൗലോസ് നാവ് ഉയർത്തത്തില്ല. അപ്പോൾ തങ്ങൾ പ്രഘോഷിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം, മരിച്ച ആത്മാവ് വരുന്നു എന്ന് പറയുന്ന സുവിശേഷം, ഇങ്ങനൊരു സുവിശേഷം ആരെങ്കിലും പറഞ്ഞാൽ അത് വെളിച്ച ദൂതനാണെന്ന് അല്ലെങ്കിൽ പിശാചിൻ്റെ ദൂതനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞത് അവൻ ശപിക്കപ്പെട്ടവനാണ്. അതായത് അങ്ങനെ വരുന്ന ദൂതൻ ഒരിക്കലും ദൈവത്തിൻ്റെ ദൂതനല്ല, ദൈവത്തിൽ നിന്നല്ല വരുന്നത്. പകരം വരുന്നത് വീണുപോയ പിശാചിൻ്റെ ദൂതന്മാരാണ് അങ്ങനെ വരുന്നത്. കബളിപ്പിക്കാനാണ് വരുന്നത്, നമ്മെ വഴിതെറ്റിക്കാൻ, ശാപത്തിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് വരുന്നത് എന്ന് ഒരു വ്യക്തത നൽകാൻ വേണ്ടിയിട്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം കൃത്യമായി നമ്മളോട് ഈ പ്രബോധനം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമുക്കിപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ല. നമ്മളിപ്പോഴും ആത്മാക്കളെ ഊതിപ്പറപ്പിച്ച് മകളിലോട്ട് വിടുന്ന ഒരു ചെറിയ പ്രക്രിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് കഷ്ടമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുക. ഇത്രയും വിഷയം ഞാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകും. ഒന്ന്, പുതിയ നിയമത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചില പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ചില വാക്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വരാനുള്ള ചില ക്യാപ്സ്യൂളുകൾ. അതിനുശേഷം വരുന്ന മറ്റൊരു കമൻറ്റ് ഇങ്ങനെയായിരിക്കും: വിശുദ്ധർക്ക്, അതായത് പാതിരപ്പിയോ പോലെയുള്ള സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുന്ന അനേക വ്യക്തികൾക്ക് ഇത്തരം ആത്മാക്കളുടെ പ്രസൻസ് ഉണ്ടായല്ലോ എന്നുള്ളതായിരിക്കും അടുത്ത ഒരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമായ ഒരു ചിന്ത ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 5-6 വീഡിയോ ചെയ്യാനായിട്ട് നമുക്കുണ്ട്. പല വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് കൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ എന്ത് തന്നെ വേണമെങ്കിലും രേഖപ്പെടുത്താം. കഴിയുന്ന രീതിയിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ: ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ്
ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് മുന്നോട്ട് പോകുന്നത്. ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ പുതിയ നിയമസഭയ്ക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങളിലൂടെ മുന്നോട്ട് പോയി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുന്നോട്ട് പോയി മരിച്ച് ഞാൻ മരണപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ പൂർവികരോ അല്ലെങ്കിൽ എൻ്റെ പിൻതലമുറക്കാരോ ആരെങ്കിലും ഒപ്പീസി ചൊല്ലി എന്നെ മുകളിലേക്ക് എടുപ്പിക്കും എന്ന വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. പകരം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവൻ സകലത്തിനും മതിയായവനാണ് എന്ന വിശ്വാസത്തിൽ, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ നിത്യജീവൻ പ്രാപിക്കും എന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കബളിപ്പിക്കുന്നവർ നമ്മളെ ഇനിയും കബളിപ്പിക്കും. അതിൽ നിന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചു വരിക. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ ബൈബിളിലൂടെ അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെ നമുക്ക് നൽകിയ യഥാർത്ഥമായ സത്യത്തിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളായിരിക്കുന്ന സഭയിൽ ഞാൻ ഇന്നും കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ തെറ്റായ വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവജ്ഞയോട് കാണുവാനും അതിനെ വലിച്ചെറിയുവാനും അപ്പസ്തോലിക പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരുവാനും ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം.